വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മളിന്ന് ലക്നൗവിൽ നിന്ന് ഇറങ്ങി നേരെ വൃന്ദാവനിലേക്കാണ് പോകുന്നത്. ഇവിടെ ഭയങ്കര തണുപ്പാണ് ഗൈസ്. അപ്പം ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഏകദേശം 6.5 മണിക്കൂറാണ് വൃന്ദാവനിലേക്കുള്ള ദൂരം. ഏകദേശം 477 കിലോമീറ്റർ. ഞങ്ങൾ 7:30 ആയപ്പോഴാണ് കേട്ടോ അമേത്തിയിൽ നിന്ന് ഇറങ്ങിയത്. എന്നിട്ട് തന്നെ ഭയങ്കര മൂടൽമഞ്ഞായിരുന്നു, ഒന്നും തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ പക്ഷെ അവിടുന്ന് വെളുപ്പിനെ ഇറങ്ങാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ വെളുപ്പിനെ ഇറങ്ങാഞ്ഞത് ഭാഗ്യമായി. കാരണം ആ സമയത്ത് ഇറങ്ങിയായിരുന്നെങ്കിൽ ഒന്നും കാണാൻ പറ്റുമായിരുന്നില്ല. 7:30 ആയിട്ട് തന്നെ ഇറങ്ങിയിട്ട് പോലും ഇവിടുത്തെ മൂടൽമഞ്ഞ് മാറിയിട്ടില്ല. കുറേ ദൂരം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആ മഞ്ഞൊക്കെ ഒന്ന് മാറി വെയിലൊക്കെ വന്നത്. പിന്നെ അങ്ങോട്ട് നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, നല്ല വെയിലായിരുന്നു. പിന്നെ നമ്മൾ ഇടയ്ക്ക് ബ്രേക്കൊക്കെ എടുത്തു കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളൊന്ന് ഫ്രഷൊക്കെ ആയതിന് ശേഷമാണ് പിന്നെ നമ്മൾ അങ്ങോട്ട് പോയത്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആഗ്ര ലക്നൗ എക്സ്പ്രസ് വേയിൽ കൂടിയാണ്. ഫുള്ള് കൃഷിയാണ് കേട്ടോ, ഫുള്ള് മസ്റ്റാർഡാണുള്ളത്. ഇപ്പോൾ ഈ ഒരു തണുപ്പ് സീസണിൽ കൂടുതൽ ആളുകൾ കൃഷി ചെയ്യുന്നത് കടുകാണ്. അങ്ങനെ നമ്മൾ 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വൃന്ദാവനിൽ എത്തിച്ചേർന്നു. പ്രേം മന്ദിർ ഓപ്പൺ ആവണമെങ്കിൽ 4 മണിക്കാണ് അത് ഓപ്പൺ ആവുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മൾ പ്രേം മന്ദിറിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അമ്പലമാണിത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. ഇതൊരു 3 മണിയായപ്പോഴത്തേക്ക് ഓപ്പൺ ആയി. അപ്പോൾ ഇവിടെ കയറാനും ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ 2-3 ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം നേരെ അമ്പലത്തിലേക്ക് തൊഴാനായിട്ട് പോയി. അപ്പോൾ ഇതിനകത്തേക്ക് കയറണമെങ്കിൽ അഡൽറ്റിന് 10 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിൽ തൊഴുതിറങ്ങി. അങ്ങനെ പിന്നെ നമ്മൾ നേരെ പ്രേം മന്ദിറിലോട്ടാണ് പോയത്. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം അമ്പലത്തിലേക്ക് പോയി. അപ്പോൾ ഇതാണ് ഓരോ ഗേറ്റാണുള്ളത് കേട്ടോ അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഗേറ്റിന് ഫ്രണ്ടിലായിട്ട് സെക്യൂരിറ്റീസ് നിൽപ്പുണ്ട്. ഫീമെയിൽസിനും മെയിൽസിനും 2 ക്യൂ ആണുള്ളത്. കറക്റ്റ് 4 മണിയായപ്പോൾ തന്നെ അമ്പലം ഓപ്പണായി. നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോൺ അലൗഡാണ്. പ്രത്യേകിച്ച് ടിക്കറ്റ് ചാർജൊന്നുമില്ല അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. പിന്നെ അതുമാത്രമല്ല ഭയങ്കര തിരക്കുമായിരുന്നു. നമ്മൾ കയറി വരുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാളിയ മർദ്ദനം നടക്കുന്നതിൻ്റെ ആ ഒരു ചിത്രമാണ് അവിടെ. പിന്നെ അങ്ങോട്ട് കയറി ചെല്ലുന്നിടത്തെല്ലാം നമ്മൾ കൃഷ്ണൻ തോഴിമാരുമായിട്ട് കളിക്കുന്നതും അതുപോലെ തന്നെ ഫുള്ള് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത്. എനിക്കറിയില്ല, അത്രയ്ക്ക് ബ്ലെസ്സിങ് ആണ്. കാരണം നമുക്ക് ഈ കണ്ണൻ്റെ പരിപാവനമായിട്ടുള്ള ഈ പുണ്യസ്ഥലത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ഫുള്ളൊരു പോസിറ്റീവ് എനർജിയും ബ്ലെസ്സിങ്സും ആണുള്ളത്. 4 ചുറ്റും വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം ഇത് ഫുള്ള് കണ്ടു തീർന്നിട്ട് മാത്രമേ നമ്മൾ അകത്തേക്ക് കയറുന്നുള്ളൂ. കാരണം അത്രയ്ക്കുണ്ട് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ഈ വൃന്ദാവനം എന്ന് പറയുന്നത്. കാരണം അത്രയ്ക്കുണ്ട് കാണാനായിട്ട്. മധുരം മദരം മധുരം നയനം മധുരം ഹസിതം മധുരം അധരം മധുരം മദരം മധുരം നയനം മധുരം ഹസിതം മധുരം ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപതിരഖിലം മധുരം
വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.